Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, ന്യൂസ് അവർ ആരംഭിക്കുന്നു. നോക്കാം ഹെഡ്ലൈൻസ്. ക്രിസ്തുമസ് ആഘോഷരാവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. നക്ഷത്രവിളക്കുകളും പുൽക്കുടിലുകളും ഒരുക്കി വിശ്വാസികൾ. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത്. കണ്ണപുരം ഒതയമ്മാടം ഭാഗത്ത് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് പരിക്ക്. വൈകിട്ട് 4:30 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നാസിയാൻസ് പിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് സമാപിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപന സമ്മേളനം മുൻ മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. 27ാമത് സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ടീം ഇവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മണിപ്പൂർ ടീമുകൾ ജേതാക്കളായി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കഴിഞ്ഞ തവണ യോഗ്യത നേടിയ കേരളം ഉൾപ്പെടെയുള്ള 8 ടീമുകളാണ് ടീം ഇവന്റിൽ മാറ്റുരച്ചത്. ന്യൂസ് അവർ വിശദമായി. ക്രിസ്തുമസ് ആഘോഷരാവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. നക്ഷത്രവിളക്കുകളും പുൽക്കുടിലുകളും ഒരുക്കി വിശ്വാസികൾ. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത്. കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അതിനെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഈ ലോകത്ത് എമ്പാടും ജാതി മത ഭേദമന്യേ എല്ലാവരും ക്രിസ്തുമസിന്റെ ആഘോഷ രാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട് നേരത്തെ ക്രിസ്മസിനെ ആഘോഷിക്കാൻ ഇത്തവണ നേരത്തെ നാടൊരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെയും തന്നെ ഈ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ രാത്രി കാലങ്ങളിൽ കരോളും മറ്റും ഒക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ക്രിസ്തുവിന്റെ ജനന ദിവസമാണ് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും, പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഉണ്ണിയേശു പിറന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും അതിൻ്റെതായ ഒരുക്കങ്ങളാണ്. പുൽക്കൊടികളിൽ ഒരുക്കുകയാണ്, നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. ഏകദേശം നവംബർ കഴിയുന്നതോടെ ആ ഒരു സമയം മുതലേ നക്ഷത്രങ്ങളൊക്കെ എല്ലാ വീടുകളിലും തെളിഞ്ഞു കാണാൻ വേണ്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങളുണ്ട്. വെറൈറ്റി ഇപ്പോൾ വിപണികളിലൊക്കെയും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെയും ഇറങ്ങിയിട്ടുണ്ട്. ഒരു മത്സരം ഇത് തന്നെയാണ് വിപണികളിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലേ. എന്തായാലും നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പള്ളികളിലെ വിശേഷം കാഴ്ചകളൊക്കെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. അതെ, ഇവിടെ നമ്മുടെ നാട്ടുകാരൊക്കെയും തന്നെ ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിനെ ആഘോഷിക്കാൻ പുൽക്കുടിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമസ്കാരം സാർ. പേരെന്താ? തോമസ് അല്ലേ? തോമസ് ചേട്ടാ, എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പള്ളിയോട് വന്നിട്ട് പുൽക്കൂടിൽ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുൽക്കൂട് നിർമ്മാണം കുറച്ച് രണ്ടാഴ്ചത്തോളമായി തുടങ്ങിയിട്ടല്ലേ. ക്രിസ്തുമസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് രാത്രിയാണല്ലേ ആഘോഷം? ഇന്ന് രാത്രി ആഘോഷം. അപ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റായി എടുക്കും. ഇതിന് രാത്രിയാണ് ഇതിന്റെ നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവുന്നത്. അതില് ഈ ഒരു പകൽ ദൃശ്യം മാത്രമേ കാണിക്കുന്നു. രാത്രി ലൈറ്റ് എല്ലാ വീടുകൾക്കും ഉണ്ടാവും. ഈ പുൽക്കൂടില് പ്രധാനപ്പെട്ട എന്തൊക്കെയാ ഈ പുൽക്കൂടിൽ കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ക്രിസ്തുമസിന്? ഉണ്ണീശു പിറക്കുന്ന സ്പോട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആദ്യം കാണിക്കും. പിന്നെ അതിനെ ബന്ധപ്പെട്ട് നമ്മുടെ കൊട്ടാരങ്ങൾ, പഴയ ജെറുസലേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഉള്ളത് മാത്രം. അവിടെ ഇങ്ങനെ വരുന്ന കുറച്ച് വഴികളും ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്.
പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് ഈ നല്ല പുല്ലുപാടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഒരുക്കുന്നത്? ഞാൻ ആർട്ടിസ്റ്റാണ്. നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലൊക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ആ ലൊക്കേഷൻ ആദ്യം ചെയ്തുകൊണ്ട് പിന്നെ എല്ലാവരുടെ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ പറഞ്ഞോട് അവർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. കുറേ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്? കുറേ കാലമായി ആർട്ടിസ്റ്റാണ് ഞാൻ. ചിത്രമാരൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറേ കാലം കൂടിയാണ് നമ്മൾ ഇത്ര വലിയൊരു പുൽക്കൂട് നിർമ്മിക്കുന്നത്. ആ ജെറുസലേമിന്റെ കാഴ്ചകളൊക്കെയും അത് മനസ്സിലൊക്കെ ഇങ്ങനെയാണ് അത് എന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലേ? ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഉണ്ണിയേശു പറന്നിട്ടുണ്ടാവുക, ഇത്തരത്തിലാണ് ആ കാര്യങ്ങൾ നോക്കിയും ഒരു ചെറിയ സ്ഥലത്ത് ഇത്ര വലിയ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ അതിനോടുള്ള ഒരു താല്പര്യം നമ്മുടെ ആ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് അല്ലേ നികേഷ് ചേട്ടാ? പട്ടണം അതുപോലെ തന്നെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തും ഒക്കെ വളരെ ചെറിയൊരു സ്ഥലത്ത് നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഭാരവാഹികളൊക്കെ ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആരൊക്കെയാണ് അതിന്റെ സെക്രട്ടറി നമ്മുടെ സജിയാണ് ഏറ്റവും കൂടുതൽ. സജി പിന്നെ നമ്മുടെ അച്ഛൻ മെയിൻ ആണ്. അച്ഛൻ നമ്മുടെ വന്നിട്ട് അധികം ആഴ്ച 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ ആയുള്ളൂ. അച്ഛൻ ഭയങ്കര സൂപ്പറാണ് നമ്മുടെ അച്ഛൻ. പിന്നെ നമ്മുടെ എല്ലാവരും കമ്മിറ്റി അംഗങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ പിന്നെ ഭാരവാഹികളും എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇങ്ങനെ നല്ലൊരു പുൽക്കൂട് നമുക്ക് മനോഹരമായി പിന്നെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരുക്കങ്ങളൊക്കെ അന്നേ തന്നെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ക്രിസ്തുമസ് അങ്ങ് ആഘോഷിക്കാൻ തന്നെ തയ്യാറായിട്ട് റെഡിയായിരിക്കുക അല്ലേ എല്ലാവരും? അതായത് നമുക്ക് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് അപ്പുറത്ത് ഇതിന്റെ ആശംസകൾ അറിയിക്കുന്നതിന്, അതുപോലെ തന്നെ ഇതിന്റെ സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയിലെ അച്ഛൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് വിശേഷങ്ങളൊക്കെ അച്ഛൻ തന്നെ പറയട്ടെ അല്ലേ? പള്ളിയിലേക്ക് പോകാം. അതെ, നമ്മുടെ വീടുകളിലാണെങ്കിലും നാട്ടിൽ നടക്കുന്ന ക്രിസ്തുമസിന്റെ പരിപാടികളൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ? പക്ഷെ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ അതിന്റെ രീതികൾ വേറെയാണ്. പ്രത്യേക കാര്യങ്ങളും പരിപാടികളും ഒക്കെ തന്നെയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഫാദർ, അപ്പൊ ക്രിസ്തുമസ് ആണല്ലോ, എന്താണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്? ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന ഒരു സത്യമാണ് ക്രിസ്മസിലൂടെ പ്രഘോഷിക്കുന്നത്. എന്തിനവതരിച്ചു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മനുഷ്യൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്നും അവനെ രക്ഷിക്കാനായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു. ഈ ഭൂമിയിൽ 33 വർഷത്തോളം മനുഷ്യനെ പോലെ ജീവിച്ചു. ഏറ്റവും ഒടുവിൽ അവർക്ക് വേണ്ടി യേശുദേവൻ മരിച്ചു. ആ മരണം ഒരു ബലിയർപ്പണം പോലെ, അവരുടെ പാപപരിഹാരത്തിനായിട്ട് ബലിയർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാടെന്ന പോലെയാണ് ക്രിസ്തുവിനെ ക്രൈസ്തവ വിശ്വാസികൾ കാണുന്നത്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു, മനുഷ്യരക്ഷയ്ക്കായിട്ട് അവതരിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒത്തിരിയേറെ സ്വാർത്ഥതയുടെ ഒരു പിടിച്ചുപറിക്കലിൻ്റെ സംസ്കാരമാണ്, മറ്റുള്ളവൻ്റേത് കൂടി കവർന്നെടുക്കുന്നൊരു സംസ്കാരം. അത് എല്ലാ തലത്തിലും ഉണ്ട്. രാഷ്ട്രങ്ങളുടെ ലെവലിലും രാഷ്ട്രീയ ലെവലിലും ജനപ്രതിനിധികളുടെ ലെവലിലും എന്തിനും നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോഴും അറിഞ്ഞു പറയാതെ നമ്മളൊക്കെ ഒത്തിരി സ്വാർത്ഥരും മറ്റുള്ളവൻ്റേത് കൂടി കവർന്നെടുക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മൾ. പക്ഷെ ഇവിടെ ഇതിനോട് ചേർത്ത് നമ്മൾ ക്രിസ്മസിനെ കാണുമ്പോഴാണ് അതിൻ്റെ വലിയ പ്രസക്തി. ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യനെ പിടിച്ചു പറിക്കാനല്ല, നേരത്തെ മനുഷ്യന് കൊടുക്കാനായിട്ട്, തന്നെ മുഴുവനായിട്ട് കൊടുക്കാൻ, തൻ്റെ ജീവൻ പോലും സമർപ്പിക്കാനായിട്ട്, അതിലൂടെ എല്ലാവരും നേടിയെടുക്കാനായിട്ട്. അതാണ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു വിശ്വാസവും ബോധ്യവും. ദൈവം മനുഷ്യനെ നേടിയെടുക്കാനായിട്ട് തന്നെ നൽകാനായിട്ട് വന്നു. അപ്പോൾ ചാന്ദിനി, നമ്മുടെ നാടെങ്ങും, അതായത് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിലാണ്. അതെ, ആ ഒരു ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറ പേഴ്സൺ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം ചാന്ദിനി, നികേഷ് താവ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് പരിക്ക്. വൈകിട്ട് 4:30 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നാസിയാൻസ് പിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ണപുരം സ്റ്റേഷൻ പരിധിയിലെ ഒതേമാടം ഗേറ്റിന് സമീപത്ത് വെച്ചാണ് സംഭവം. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നാസിയാൻസ് എന്നയാളാണ് ട്രെയിനിൽ നിന്ന് അബദ്ധത്തിൽ വീണത്. ഇയാളുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു. കണ്ണപുരം IPSHO പി ബാബുമോൻ, SI സുനിൽകുമാർ, CPOമാരായ അനൂപ്, ശരത് ബാബു, ഗിരീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഷാനിബ് എന്നിവർ ഉടനടി സംഭവസ്ഥലത്ത് എത്തി പരിക്കേറ്റയാളെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് സമാപിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപന സമ്മേളനം മുൻ മന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് സമാപിച്ചു. സംസ്ഥാന ജൂനിയർ ഫ്രീ സ്റ്റൈൽ, വനിതാ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ്, സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് എന്നിവയാണ് 4 ദിവസങ്ങളിലായി നടന്നത്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം മുൻ മന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഫിറ്റ്നസിന് വേണ്ടി മാത്രം മാർഷൽ ആർട്സ് ചെയ്യുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്, രോഗം മാറാൻ വേണ്ടി യോഗ ചെയ്യുന്നവരുണ്ട്, അതല്ലെങ്കിൽ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി യോഗ ചെയ്യുന്നവരുണ്ട്. കുറച്ചു കാലമായിട്ട് യോഗ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് എന്ന് തന്നെ പറയാം. വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ ആയോധന കലകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കളരിപ്പയറ്റ്, കളരി അഭ്യാസം, കളരി ചികിത്സ ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു. ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. പി സന്തോഷ്, കെ ജയരാജ്, എം രാമകൃഷ്ണൻ, കെ ടി സഹദുള്ള, പനക്കീൽ ബാലകൃഷ്ണൻ, പി ജയൻ, പ്രേമരാജൻ കാന, പി ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരങ്ങളിൽ തിരുവനന്തപുരവും വനിതാ ഗുസ്തിയിൽ തൃശൂരും ജേതാക്കളായി. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി ആയോധന കലകളുടെ പരിശീലനവും പ്രദർശനവും നടത്തുന്നതിനേക്കാൾ കൂടുതൽ മുൻകൈ കൊടുക്കുന്ന ഒരു മേഖല യോഗയാണ്. യോഗയെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ആസനങ്ങളും അതുപോലുള്ള ശാരീരിക നിലകളൊക്കെയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇരുപത്തിയേഴാമത് സെബക് താക്രോസ് സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ടീം ഇവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മണിപ്പൂർ ടീമുകൾ ജേതാക്കളായി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കഴിഞ്ഞ തവണ യോഗ്യത നേടിയ കേരളം ഉൾപ്പെടെയുള്ള 8 ടീമുകളാണ് ടീം ഇവന്റിൽ മാറ്റുരച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിലെ കലാശപ്പോരിൽ ഉത്തർപ്രദേശിനെ നേരിട്ടുള്ള 2 സെറ്റുകളിൽ നിഷ്പ്രഭരാക്കിയാണ് മണിപ്പൂർ ഉജ്ജ്വല വിജയം നേടിയത്. സെമി ഫൈനലിൽ ബീഹാറിനെ പരാജയപ്പെടുത്തിയാണ് മണിപ്പൂർ ഫൈനലിൽ എത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മണിപ്പൂരിന്റെ കടുത്ത സമ്മർദ്ദത്തെ നേരിട്ട കേരളത്തിലെ പെൺകുട്ടികൾ പൊരുതി തോറ്റു. തിങ്കളാഴ്ച രാത്രി 9:30 സമാപിച്ച പെൺകുട്ടികളുടെ ഫൈനലിൽ മണിപ്പൂർ മിന്നും വിജയമാണ് നേടിയത്. ആസാമിനെ തോൽപ്പിച്ചാണ് കേരളം ഫൈനൽ യോഗ്യത നേടിയത്. ചൊവ്വാഴ്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രഘു ഇവന്റിലെ മത്സരങ്ങൾ രാവിലെ മുതൽ നടന്നുവരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സെബക് താക്രോ ബോൾ വിദേശത്ത് നിന്നും ആദ്യമായി കൊണ്ടുവന്നതും മത്സരം എങ്ങനെയെന്ന് തൃക്കരിപ്പൂരുകാരെ അറിയിച്ചതും MTP അബ്ദുൾ ബഷീർ എന്ന തൃക്കരിപ്പൂരുകാരനായിരുന്നു. അതിനാൽ തന്നെ സബ് ജൂനിയർ ദേശീയ സെബക് താക്രോ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ നടക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന വ്യക്തിയാണ് MTP അബ്ദുൾ ബഷീർ. തൃക്കരിപ്പൂർ പേക്കടം സ്വദേശിയായ ബഷീർ മലേഷ്യയിൽ നിന്നാണ് ആദ്യമായി സെബക് താക്രോ ഗെയിം കാണാനിടയായത്. കളിയിൽ ആകൃഷ്ടനായ MTP അബ്ദുൾ ബഷീർ പെട്ടെന്ന് തന്നെ ഇത് സ്വായത്തമാക്കുകയായിരുന്നു. 1980 നാട്ടിലേക്ക് വരുമ്പോൾ ആദ്യമായി സെബക് താക്രോ ബോൾ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കൂട്ടുകാരുമായി നാട്ടിൽ കളി പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തു. 2018 മുതൽ വലിയപറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറി സ്കൂൾ കുട്ടികൾക്ക് സെബക് താക്രോ കോച്ചിംഗ് ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു കളി നടത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഈ സെബക് താക്രോ. ഇനിയും കൂടുതൽ നമ്മൾ ഈ കളി ഇവിടത്തേക്ക് സീനിയറും ജൂനിയറും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. തുടർച്ചയായി 3 വർഷം സ്കൂൾ ജേതാക്കളായി. 2022 ജൂനിയർ പെൺകുട്ടികളുടെ സംസ്ഥാന കോച്ചായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സബ് ജൂനിയർ പെൺകുട്ടികളുടെ കോച്ച് കൂടിയാണ്. സംസ്ഥാനത്ത് ആദ്യമായി സെബക് താക്രോ അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബഷീറായിരുന്നു. MTP അബ്ദുൾ ബഷീർ സ്കൂൾ പഠനകാലത്ത് ജില്ലാ ഹോക്കി പ്ലെയർ കൂടിയായിരുന്നു. ഇനിയും ദേശീയ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ക്രിസ്തുമസ് അവധിക്കൊപ്പം നാടെങ്ങും ജാതി മത വ്യത്യാസമില്ലാതെ കുട്ടിക്കൂട്ടങ്ങൾ ക്രിസ്തുമസ് കരോളിന്റെ ആഘോഷത്തിലാണ്.
കേവലം ഒരു നേരം പോക്കിനപ്പുറത്തേക്ക് കരോളിലൂടെ ലഭിക്കുന്ന സംഭാവന കാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഉപാധിയാക്കി മാറ്റിയ കുട്ടിക്കൂട്ടത്തെ പരിചയപ്പെടാം. ക്രിസ്മസ് അവധിക്കാലം ആരംഭിച്ചിട്ടുണ്ട്. അന്നു മുതൽ തന്നെ കുട്ടികളുടെ സംഘങ്ങൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും കരോൾ സംഘങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഒരു കരോൾ സംഘമുണ്ട്. അവർ ഈ പല വീടുകളിലും പോയി അവർക്ക് ചെറിയ സംഭാവന പോലെ കിട്ടുന്നുണ്ട്, ഇവർ ചെറിയ മുട്ടായികളൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളവരെ കൃത്യമായി കണ്ടുപിടിച്ചതും. എന്താണ് ആ കാരുണ്യ പ്രവർത്തനം? ഒരു പൈസ ഇല്ലാത്തവർക്കൊരു ചാരിറ്റി ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിതിപ്പം 6-7 കൊല്ലമായി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്. ഈ കൊല്ലം കൂടി എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു നന്മ വരെ നമ്മയും ചെയ്യുന്നത് അറിയില്ലൂ, അല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നുമില്ല. ആരാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു സപ്പോർട്ട് നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഈ പൈസ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നീതി മെഡിക്കൽസിലാണ്. ആടെ ഈ ഇപ്പം മരുന്നുകൾ മേടിക്കാൻ വന്നാൽ പൈസ ഇല്ലാത്തവർക്കായിട്ട് അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതെ, നിങ്ങൾ എല്ലാവരും പേരൊന്ന് പറഞ്ഞു. അനുഗ്രഹം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ന്യൂ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ. നിഹാലി ബോയ്സിൽ. ശ്രീനന്ദൻ ബോയ്സിൽ. ഹേമന്ത് നെരോമ്പ്രം VHC. ദേവപ്രിയൻ SABT പഠിക്കും. ശിവദ് 500 7ാം ക്ലാസ്. ഓക്കെ. അപ്പോൾ ഈ കൊച്ചുമിടുക്കന്മാരാണ്. അവരുടെ ഈ ഒരു അവധിക്കാലം അവർക്കൊരു സന്തോഷമുള്ള കാര്യം ചെയ്യുന്നു. അതിനൊപ്പം അവർക്ക് കിട്ടുന്ന സംഭാവന ഇതുപോലെ സമൂഹത്തിൽ വിഷമതയിൽ കഴിയുന്നവർക്ക് ഒരു കൈ സഹായം എന്ന രീതിയിൽ കൂടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഭാഗങ്ങളും ഇവർക്ക് നൽകുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി KN വർഷ. കലയും സാഹിത്യവും മനുഷ്യ മനസ്സുകളെ നവീകരിക്കുന്നുവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുണ്ടയംകോവിൽ സഹൃദയയുടെ നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുണ്ടയംകോവിൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം ആതിഥ്യമരുളുന്ന 10ാമത് ഭരത് മുരളി നാടകോത്സവത്തിന് തിരശീല ഉയർന്നു. വലിയച്ചാൽ GLPS ഗ്രൗണ്ടിലാണ് നാടകോത്സവത്തിന് തിരശീല ഉയരുക. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. സുമനസ്സുകളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കലയും സാഹിത്യവും സംസ്കാരവും ഒക്കെ വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ നിരവധി കലാസാംസ്കാരിക സമന്വയങ്ങൾ അറിയുന്നില്ല. കേരളം വിദ്യാഭ്യാസ പ്രബുദ്ധമാണ്, സാംസ്കാരിക പ്രബുദ്ധമാണ്. കലയും സാഹിത്യവും മനുഷ്യ മനസ്സുകളെ നവീകരിക്കുന്നുവെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ TI മധുസൂദൻ MLA അധ്യക്ഷനായി. KP കണ്ണൻ, C സത്യപാലൻ, P ശശിധരൻ, PP സിദിൻ, K പത്മിനി, രാധാകൃഷ്ണൻ, NK ഗംഗാധരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് അമ്പലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ക്ഷീരവികസന വകുപ്പും ചെറുതാഴം പഞ്ചായത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ചെറുതാഴം ക്ഷീരഗ്രാമം പദ്ധതിയുടെ വിശദീകരണ യോഗം ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്നു. M വിജിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷീരവികസന വകുപ്പും ചെറുതാഴം പഞ്ചായത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന കർഷക മൈത്രി 2024-25 ചെറുതാഴം ക്ഷീരഗ്രാമം പദ്ധതിയുടെ വിശദീകരണ യോഗം ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്നു. M വിജിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതിയെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദമായ വിശദാംശങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യും. ചെറുതാഴം ഒരുപക്ഷെ കേരളത്തിന്റെ പാലുൽപാദന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ക്ഷീര സഹകരണ സംഘമുണ്ട്, സൊസൈറ്റി. ആ സഹകരണ സംഘം ചെറുതാഴത്തിൻ്റെ തന്നെ പേരിൽ ചെറുതാഴം മിൽക്ക് ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ, നെയ്യുണ്ട്, തൈരുണ്ട്,
അതിന്റെ മറ്റ് അനുബന്ധമായ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ എത്തിക്കുക. എ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ ടി അശ്വതി പദ്ധതി വിശദീകരിച്ചു. പി പി രോഹിണി, ടി വി ഉണ്ണികൃഷ്ണൻ, കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPM നേതാവായിരുന്ന KM ജോസഫ് അന്തരിച്ചു. CPM ചെറുപുഴ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ചെറുപുഴ AB സ്മാരക മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. മലയോര മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ആയിരുന്ന തങ്കച്ചൻ എന്ന KM ജോസഫ് ഓർമ്മയായി. 1950-ലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നത്. അണികളിൽ ആവേശം നിറച്ച നല്ലയൊരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം നാടക നടനും സംവിധായകനും ഒക്കെയായി ചെറുപുഴയിലെ സാംസ്കാരിക മണ്ഡലത്തിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. കുറേക്കാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ലോക്കൽ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു. കുറച്ചുകാലമായി ചീമേനി കിണർമുക്ക് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ചെറുപുഴ AV സ്മാരക മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ TI മധുസൂദനൻ MLA ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഒരർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിതമാണ് KM ജോസഫ് എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ്റെ യോഗത്തിലൂടെ നാട് മനസ്സിലാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റിൽ സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ തൃശൂർ ജേതാക്കളായി. വിജയികൾക്ക് TI മധുസൂദനൻ MLA, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ചൊവ്വാഴ്ച സമാപിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജേതാക്കളായി. വിജയികൾക്ക് TI മധുസൂദനൻ MLA, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മത്സരങ്ങളോടെയാണ് ആരംഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അനുഗ്രഹ ജയേഷിന്റെ കിളിമൊഴികൾ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച് ചെറിയ കാലം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടുകയാണ്. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 6ാം തരം വിദ്യാർത്ഥിനിയാണ് അനുഗ്രഹ. നല്ല കവിതകൾക്ക് എന്നും എവിടെയും ആസ്വാദകരുണ്ട്. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 6ാം തരം വിദ്യാർത്ഥിനിയായ അനുഗ്രഹ ജയേഷിന്റെ അടുത്തിടെ പ്രസിദ്ധീകരിച്ച കിളിമൊഴികൾ എന്ന കവിതാ സമാഹാരത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വെളിവാക്കുന്നതും മറ്റൊന്നല്ല. പേര് സൂചിപ്പിക്കുന്നത് കിളിമൊഴികളാണെങ്കിലും കവിതകൾ മൊഴിയുന്നത് ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കവിത എഴുതി ആത്മനിർവൃതി അടയുകയല്ല അനുഗ്രഹ ചെയ്യുന്നത്. തന്റെ കണ്ണും കാതും സമൂഹത്തിലേക്ക് തുറന്നു വയ്ക്കുകയും അത് അനുവാചകനിലേക്ക് സന്നിവേശിപ്പിക്കുകയുമാണ്. താൻ പഠിച്ച എരമം നോർത്ത് LP സ്കൂളിലെ ഷാജി മാസ്റ്ററാണ് തന്നെ കവിതകളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അനുഗ്രഹ പറയുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഭാഷോത്സവം എന്നുള്ള പരിപാടിയിലേക്ക് എന്നെ ബിന്ദു ടീച്ചറും വിജയമാഷ എരമത്തെ സ്കൂളിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് എന്തോ ഭാഗ്യവശാൽ എന്നെ ഉപജില്ലാ തലത്തിലേക്ക് സെലക്ട് ചെയ്തു. അന്നേരം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കിട്ടിയ ശേഷമാണ് ഷാജി മാഷും എല്ലാവരും പറയുന്നത് നിനക്ക് കവിത എഴുതാനുള്ള ഒരു കഴിവുണ്ട്, നീ കുറേ കവിത എഴുതി പുസ്തകമായിക്കൂടെ എന്നെല്ലാം പറയുന്നത്. അതിൽ പിന്നെ ഞാൻ 5 തൊട്ട് 6 വരെ ആ ഒരു കാലത്താണ് കുറേ കവിതകൾ എഴുതിയത്. കവിതകൾ പുസ്തക രൂപത്തിലാക്കാൻ സഹായിച്ച ഡോക്ടർ NP വിജയൻ മാസ്റ്ററിനും അനുഗ്രഹ പ്രത്യേകം നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നാവിൽ എന്നെന്നും തങ്ങി നിൽക്കുന്ന രുചി സമ്മാനിക്കുന്ന കേക്കുകളിൽ ഒന്നാണ് നട്ടി ബബിൾസ്. പേരുപോലെ തന്നെ മിക്സഡ് നട്ട്സും ചോക്ലേറ്റ് ഫില്ലിംഗും മുഖ്യ ഘടകമായ നട്ടി ബബിൾസ് കേക്ക് കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയുടെ കേക്കുകളിലെ മുഖമുദ്രയാണ്. കാണാം MRS ക്രിസ്മസ്. മിക്സഡ് നട്ട്സിനും ചോക്ലേറ്റ് ഫില്ലിങ്ങിനും ഇത്രമാത്രം രുചി സമ്മാനിക്കാനാകുമോ എന്ന് ചിന്തിച്ചു പോകും നട്ടി ബബിൾസ് കേക്ക് കഴിച്ചാൽ. നാവിൽ എന്നെന്നും തങ്ങി നിൽക്കുന്ന രുചിയുടെ വേറിട്ട അനുഭൂതി സമ്മാനിക്കുന്ന നട്ടി ബബിൾസ് കേക്ക് കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയുടെ മുഖമുദ്രകളിൽ ഒന്നാണ്. MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ നട്ടി ബബിൾസ് കേക്ക് തയ്യാറാക്കുന്നത് മിക്സഡ് നട്ട്സും ചോക്ലേറ്റ് ഫില്ലിംഗും ഉള്ള വിപ്പ് ക്രീമും
മാൾട്ടഡ് ചോക്കോ പാൽപ്പൊടിയുടെ സൂക്ഷ്മമായ രുചിയും ചേർത്താണ്. വളരെ വ്യത്യസ്തമായ അലങ്കാരം നടത്തിയാണ് നട്ടി ബബിൾസ് കേക്ക് ഗാർണിഷ് ചെയ്യുന്നത്. മാവ്, മുട്ട, പഞ്ചസാര, ക്രീം, പരിപ്പ്, ചോക്ലേറ്റ്, എണ്ണ, വാനില, വെണ്ണ, ഉപ്പ് തുടങ്ങിയവയും ഈ കേക്കിന്റെ മറ്റ് ചേരുവകളാണ്. വീടുകളിലെയും ഓഫീസുകളിലെയും ആഘോഷങ്ങൾക്കും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനുമായി നട്ടി ബബിൾസ് കേക്കിനായി പയ്യന്നൂർ കോത്തായ്മുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ നിരവധി ആവശ്യക്കാരാണ് എത്താറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീ രാഘവപുരം സഭായോഗവും വാർഷിക സഭയും മഹാവേദ ഭജനവും ഡിസംബർ 25 മുതൽ 29 വരെ ചെറുതാഴം കണ്ണിശ്ശേരി കാവിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം ശ്രീ രാഘവപുരം സഭായോഗം 1231 വാർഷിക സഭയും മഹാവേദ ഭജനവും ഡിസംബർ 25 മുതൽ 29 വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ നടക്കും. ഈ വർഷത്തെ വേദഭജനത്തിൽ ഡിസംബർ 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ 3 വേദങ്ങളുടെ മുറജപം ഉണ്ടാകും. ഇതോടൊപ്പം നിരവധി ആധ്യാത്മിക സാംസ്കാരിക വിദ്വത് സദസ്സുകളും ക്ഷേത്രകലകളുടെ അവതരണവും ഉണ്ടാകും. ഡിസംബർ 25 മുതൽ 29 വരെ വിവിധ ദിവസങ്ങളിലായി കണ്ണിശ്ശേരിക്കാവിൽ വിശേഷാൽ ഹോമങ്ങളും നടക്കും. കേരളത്തിന്റെ വിവിധ വൈദിക ഗ്രാമങ്ങളിൽ നിന്നുള്ള 36 പുരോഹിതരും തന്ത്രിമാരും കാർമ്മികരാകും. ഡിസംബർ 25 രാവിലെ നടക്കുന്ന ദേവസ്വം സമ്മേളനം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 26 ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ പരമോന്നത ബഹുമതിയായ ശ്രോത്രിയരത്നം വൈദിക പുരസ്കാരത്തിന്റെ സമർപ്പണം നടക്കും. വേദജ്ഞൻ ബ്രഹ്മശ്രീ ആമല്ലൂർ നാരായണൻ നമ്പൂതിരിക്ക് ശ്രോത്രിയരത്നം പുരസ്കാരം സമർപ്പിക്കും. 27 രാവിലെ ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ നേതൃത്വത്തിൽ പെരുവാമ്പിയിൽ ആരംഭിക്കുന്ന ധർമ്മഗോശാലയുടെ ശിലാസ്ഥാപന ചടങ്ങ് നടക്കും. കൽപ്പകശ്ശേരി മാധവൻ നമ്പൂതിരി ശിലാപൂജയും ഡോക്ടർ TPR നമ്പൂതിരി ശിലാസ്ഥാപനവും നടത്തും. TV മാധവൻ നമ്പൂതിരി, ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി, ഹരി പേർക്കുണ്ടി വാദ്യാൻ, കാനപ്രം ശങ്കരൻ നമ്പൂതിരി, ജഗദീഷ് ശ്രീധർ, ഉണ്ണികൃഷ്ണൻ ചെറുകുടൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാ. പ്രാന്തംചാൽ അംഗനവാടിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന KP ഗീത ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലജു ഉദ്ഘാടനം ചെയ്തു. പ്രാന്തംചാൽ അംഗനവാടിയിൽ നിന്നും 22 വർഷത്തെ സേവനത്തിനു ശേഷം ICDS സൂപ്പർവൈസറായി സ്ഥലം മാറിപ്പോകുന്ന KP ഗീത ടീച്ചർക്ക് നാട്ടുകാർ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലജു ഉദ്ഘാടനം ചെയ്തു. T ഗോപാലൻ അധ്യക്ഷനായി. K രമേശൻ, K ശൈലജ, മനുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അംഗൻവാടിയുടെ പ്രവർത്തനം ഈ പരിസരത്ത് നിന്ന് വരുന്നത് അങ്ങനെ ഒരു അപകടമുണ്ടായ ഘട്ടത്തിൽ ഒക്കെ ആലോചിച്ച് അങ്കയിലേക്ക് വായനശാലയിൽ നിന്നും അംഗൻവാടി മാറ്റുകയും നല്ല പയ്യന്നൂർ രാമന്തളി ലോകരെ കളരി കൊട്ടാരം വക താവൂരിയാട്ട് ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 25 മുതൽ 29 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ട മഹോത്സവത്തിന്റെ അവസാന ദിനമായ 29 രാവിലെ ഊർപ്പഴശ്ശി ദൈവത്തിന്റെ പുറപ്പാടും ഉച്ചകഴിഞ്ഞ് വേട്ടക്കുരുമകൻ ഈശ്വരന്റെ പുറപ്പാടും നടക്കും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും. കളിയാട്ടത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ നൃത്തപരിപാടികൾ, ഫ്യൂഷൻ തിരുവാതിര, കൈകൊട്ടിക്കളി, ഭരതനാട്യ നാടകം, ഗാനമേള, തായമ്പക, അക്ഷരശ്ലോക സദസ്സ്, നാടകം എന്നിവയും അരങ്ങേറും. മാധ്യമ സമ്മേളനത്തിൽ പത്മനാഭൻ കോടിയത്ത്, PK സുജിത്, രതീഷ് K, വേണുഗോപാൽ TK, PP ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ 3ാം ഘട്ടം ആരംഭിച്ചു. തോടുകളും നീർച്ചാലുകളും ശുചീകരിച്ച് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പെരുമ്പ ചിറ്റാരിക്കുവൽ തോട് ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ശുചിത്വ മിഷൻ അംബാസിഡർ മനോജ് ഖാന മുഖ്യാതിഥിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത, വാർഡ് കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മസേന,
തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പുഴകളും തോടുകളും ജലാശയങ്ങളും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി തോടുകൾ, പുഴയോരങ്ങളിൽ ചെന്നെത്തുന്ന ഭാഗങ്ങൾ സ്ക്രീനിംഗ് സിസ്റ്റം ഒരുക്കി മാലിന്യം ഒഴുകാതിരിക്കുവാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടക്കൻ കേരളത്തിൽ തീയ സമുദായത്തിന്റെ പ്രധാന കഴകമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന്റെ സന്നിധിയിൽ പ്രധാന ദേവിയായ പടക്കത്തി ഭഗവതിയുടെ നർത്തകനായി കണ്ടംവിറ്റ തറവാട്ടംഗമായ കൊഴുമൽ തമ്പാൻ ആചാരം കൈയേറ്റു. അള്ളട സ്വരൂപാധിപൻ ഉദിനൂർ ക്ഷേത്രപാലകന്റെ സന്നിധിയിൽ പൊലിമയേറിയ അനുഷ്ഠാനങ്ങളിൽ മേൽശാന്തി 3 തവണ ആചാരപേര് ചൊല്ലി വിളിച്ചതോടെ പടക്കത്തിയമ്മയ്ക്ക് ഉറഞ്ഞാടാൻ തമ്പാനുള്ള നിയോഗമായി. രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന പ്രധാന ദേവതയായ പടക്കത്തി ഭഗവതിയുടെ ദേവനർത്തകനായി കരിവെള്ളൂർ പെരളം കൊഴുമലിലെ കണ്ടംവിറ്റ തറവാട്ടിൽ നിന്നുള്ള തമ്പാൻ ചൊവ്വാഴ്ച രാവിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ആചാരം കൈയേറ്റു. ക്ഷേത്രപാലക സന്നിധിയിലെ ചടങ്ങുകൾക്കുശേഷം ആചാരവടിയും തിരുവായുധവുമായി ചക്രപാണി ക്ഷേത്രത്തിലെത്തി തൊഴുതാണ് നർത്തകൻ രാമവില്യം കഴകത്തിൽ എത്തിയത്. ചടങ്ങുകളിൽ ആചാരസ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇനി അവിടെ നിങ്ങൾ നിന്നാൽ മതി. ഇനി അവിടെ നിൽക്കാം. ബാക്കിയുള്ളവർ കയറി കടയിൽ വിളിക്കലായില്ലേ നടിയിൽ തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പടക്കത്തി ഭഗവതി ദേവനർത്തകൻ കണ്ടംവിറ്റ തറവാടിലെ തമ്പാൻ. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പടക്കത്തി ഭഗവതി ദേവനർത്തകൻ കണ്ടംവിറ്റ തറവാട്ടിലെ തമ്പാൻ. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പടക്കത്തി ഭഗവതി ദേവനർത്തകൻ കണ്ടംവിറ്റ തറവാട്ടിലെ തമ്പാൻ. കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളിലെയും സ്ഥാനികരും ബാല്യക്കാരും അരവാല്യക്കാരും വനിതകളും പങ്കെടുക്കുന്ന പെരുങ്കളിയാട്ടത്തിനു മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നായി മാറി ആചാരം കയ്യേൽക്കൽ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ കളിയരങ്ങ് സീസൺ 10 ആരംഭിച്ചു. രാഹുൽ ഉദിനൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിക്കുന്ന കളിയരങ്ങ് ക്യാമ്പ് ആരംഭിച്ചു. രാഹുൽ ഉദിനൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് കോർഡിനേറ്റർ സൗമ്യ ടി, വിനീത് സി, ശ്രീജ ദിജേഷ്, ലീന KTP, കെ മനോഹരൻ, കെ ശ്രീകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 25-ന് ഗണിത മാജിക് എന്ന വിഷയത്തിൽ ഭാസ്കരൻ കെയും ഒപ്പത്തിനൊപ്പം എന്ന വിഷയത്തിൽ നിർമ്മൽ കുമാർ കാടകം എന്നിവർ ക്ലാസ് എടുക്കും. തുടർച്ചയായ 10ാം വർഷമാണ് കളിയരങ്ങ് സംഘടിപ്പിക്കുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകി അവധിക്കാലം ഉല്ലാസഭരിതമാക്കാനും ഉദ്ദേശിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്വാമിമുക്ക് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സംഘടിപ്പിച്ച വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫ്രണ്ട്സ് നീലേശ്വരം ജേതാക്കളായി. വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലെജു ട്രോഫി കൈമാറി. മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സ്വാമിമുക്ക് സംഘടിപ്പിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫ്രണ്ട്സ് നീലേശ്വരം ജേതാക്കളായി. ഫൈനലിൽ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സ്വാമിമുക്കിനെ 62 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആദ്യകാല ക്രിക്കറ്റ് കളിക്കാരെ ടൂർണമെന്റിൽ ആദരിച്ചു. വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് പ്രൈസുകളും കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിതരണം ചെയ്തു. രഞ്ജിത്ത്, കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, വാർഡ് വികസന സമിതി കൺവീനർ K സതീശൻ, വാർഡ് അംഗം ഷീബ ദിവാകരൻ, കായിക താരം പ്രമീള, ജിജു TV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഗ്രാമസഭ പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുകയും നിവേദനം നൽകുകയും ചെയ്തു. MD സബിത അധ്യക്ഷത വഹിച്ചു. PP അംബുജാക്ഷൻ, TV കുഞ്ഞിക്കണ്ണൻ, MV സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
പയ്യന്നൂർ ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ദ്വിദിന ക്യാമ്പ് നോട്ടീഷ്യ 2024 തുടക്കമായി. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ പുറമെ കാണുന്ന കാര്യങ്ങളല്ല, നമ്മൾക്ക് നോ പറയേണ്ട കാര്യങ്ങളോട് എന്ന് പറയാൻ എത്ര പെട്ടെന്ന് നോ പറയാൻ പറ്റുമോ അത്ര പെട്ടെന്ന് എന്ത് പറയണം, നോ പറയണം. PTA വൈസ് പ്രസിഡന്റ് PP പ്രദീപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ K ബാലൻ, റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് CM സത്യജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി OK അനിൽകുമാർ, CPOമാരായ CV രാജു, പ്രസീജ നായർ, PTA അംഗം MV നവീൻകുമാർ, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാണുവാൻ സാധിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നടത്തണമെന്ന് ക്യാമ്പിന്റെ ഗാർഡിയൻസ് മീറ്റിംഗിൽ രക്ഷിതാക്കൾ കൂടി. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ ഈ വർഷത്തെ സഹവാസ ക്യാമ്പ് ഡിസംബർ 25, 26, 27 തീയതികളിൽ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്തുമസ് ആഘോഷരാവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. നക്ഷത്രവിളക്കുകളും പുൽക്കുടിലുകളും ഒരുക്കി വിശ്വാസികൾ. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത്. കണ്ണപുരം ഒതയമ്മാടം ഭാഗത്ത് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് പരിക്ക്. വൈകിട്ട് 4:30 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നാസിയാൻ പിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് സമാപിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപന സമ്മേളനം മുൻ മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. 27ാമത് സെബക്ത ക്രോസ് സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ടീം ഇവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മണിപ്പൂർ ടീമുകൾ ജേതാക്കളായി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കഴിഞ്ഞ തവണ യോഗ്യത നേടിയ കേരളം ഉൾപ്പെടെയുള്ള 8 ടീമുകളാണ് ടീം ഇവന്റിൽ മാറ്റുരച്ചത്. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.